ഹായ് ഹലോ. അപ്പോൾ ഇന്ന് മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു നോമ്പുതുറ പരിപാടി ഉണ്ട്, അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കട്ട്ലേറ്റും പാൽവായ്ക്കയും ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ പാൽവായ്ക്കന് ഫുള്ള് റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല, വളരെ നേരം വൈകിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കാം. എന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയോളൂ. അപ്പോൾ അതാ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതവിടെ നടുമുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് പാകത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ്. ഇനി ഇതെന്താ ചെയ്യുക, കുക്കർ മൂടി വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ, ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി എന്താ ചെയ്യുക ലോ ഫ്ലെയിമിലും വെച്ച് വരുത്താവുന്നതാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 5 ഉള്ളിയാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാബേജും എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തായത് മൊത്തത്തിലൊന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. തൊലി കളയുമ്പോൾ ആ മേലത്തെ വേരോട് കാണാൻ സ്ഥലമില്ലേ, അത് ലാസ്റ്റ് കളഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വരില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എന്നിട്ടും കണ്ണിന് നല്ലോണം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് നിർത്തി പോകണമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമുക്കിത് എന്ത് ചെയ്യാം, മൊത്തത്തിലൊന്ന് വേഗം തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇവിടെ നിന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് അവിടെ ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഇതാ ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും ക്യാബേജും ഉണ്ട് അതിൽ, പിന്നെ ഉള്ളിയാണ്. ഇതൊന്ന് എണ്ണ ചൂടായതിന് ശേഷം ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ അത് നമ്മളിവിടെ നേരത്തെ വേവിക്കാൻ വെച്ച് ഉരുളക്കിഴങ്ങില്ലേ, അത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തൊന്ന് നല്ലവണ്ണം ഉടച്ചു കൊടുക്കാം. കട്ടകളില്ലാതെ വേണം കേട്ടോ ഉടച്ചു കൊടുക്കാൻ. അപ്പോൾ കട്ടകൾ ഉണ്ടാകുമ്പോൾ കട്ട്ലേറ്റ് എന്ത് ചെയ്യും, കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വലിയ ഉരുളക്കിഴങ്ങിൻ്റെ പീസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കട്ടകളില്ലാതെ നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാൽവായ്ക്കയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പാൽവായ്ക്ക ഇതൊരു 1/4 കിലോ പാൽവായ്ക്ക ഉണ്ട്. ഇതെന്താ ചെയ്യുക, ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിലൊന്ന് എത്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ലവണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് അടി പിടിച്ചാൽ ചാൻസ് ഉണ്ട്, നല്ല കൊഴുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളം നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് എന്താണ് ഇട്ട് കൊടുക്കുന്നത്, ഏലക്കായാണ്. ഒരു 3 ഏലക്കായാണ് ഇതിലേക്ക് ഞാൻ നടു ചീന്തിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ 3 ഏലക്കായാണ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറൊന്ന് മൂടി വെച്ചിട്ട് 2 വിസിൽ ഹൈ ഫ്ലെയിമിലൊന്ന് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ വാട്ടാൻ വെച്ച ഉള്ളി, ക്യാബേജ്, ക്യാരറ്റ് ഇല്ലേ, അത് നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചിക്കൻ മസാലയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ഗരം മസാലയാണ്. ഗരം മസാല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗരം മസാല ചേർത്ത് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ കുരുമുളക് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ അതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ അതായത് പച്ചമണം പോകുന്നത് വരെ നല്ലവണ്ണം എന്ത് ചെയ്യാമെന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഇതാ 300 ഗ്രാം ചിക്കനാണ് എടുത്തത്. അതെന്ത് ചെയ്യുക, നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. നല്ലോണം മഞ്ഞപ്പൊടിയും ഉപ്പിട്ടതിന് ശേഷം വേവിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നല്ലവണ്ണം ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അവിടെ നേരത്തെ നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ അതാ നമ്മൾ ഉരുളക്കിഴങ്ങും നേരത്തെ ഉണ്ടാക്കിയ മസാലയൊക്കെ ഇന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാൽവായ്ക്കയാണ് നോക്കുന്നത്. പാൽവായ്ക്കയിലേക്ക് ഞാനിതാ നേരത്തെ അരിഞ്ഞു വെച്ച 3 നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ നേന്ത്രപ്പഴം ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പഴമൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഇതാ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് കുറുക്കി വരും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാല് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ലൂസിൽ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അതിൽ പഞ്ചസാര ചേർക്കണില്ല, ഇതൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൽ ഞാൻ പഞ്ചസാര ചേർത്തത്. ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നമുക്കിനി ഇവിടെ കടലറ്റ് ഒന്ന് സെറ്റാക്കാം. ഞാൻ 2 മുട്ടയും കുറച്ച് പാലുകൂടി ഒന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് എന്തെങ്കിലും കടലറ്റ് ഒന്ന് സെറ്റാക്കി റൗണ്ട് ഒന്ന് സെറ്റ് അടിക്കാം. ഞാൻ അവിടെ ഒരു നെയ്യിൻ്റെ അടുപ്പാണ് എടുത്തത്. അതിലെന്ത് ചെയ്യാം, ഒരു ഉരുളാക്കിയാണ്ട് എന്ത് ചെയ്യുക, അതിൽ വെച്ച് കൊടുത്താൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ, കുറച്ച് കട്ടിയിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ കൈമേൽ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ അവിടെ ഇങ്ങനെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മളിവിടെ മൊത്തം കട്ട്ലേറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 28 കട്ട്ലേറ്റ് എങ്ങാനും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ബീറ്റ് ചെയ്ത് വെച്ചാൽ മുട്ടയും പാലില്ലേ അതിലിട്ടിട്ടൊന്ന് മുക്കിയാണ്ട് ബ്രെഡ് ക്രംസിലൊന്നിട്ട് കോട്ട് ചെയ്തെടുക്കാം. മൊത്തത്തിലൊന്ന് സ്പീഡ് കൂട്ടി കാണിച്ചു തരാം, നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. അപ്പോൾ അതാ മൊത്തത്തിലൊന്ന് സ്പീഡ് കൂട്ടി കാണിച്ചു തരാം. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് നേരത്തെ ഇറങ്ങി ഉണ്ടാക്കണം എന്നാണ്, കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഞാനൊരു 4:30 ആകുമ്പോഴാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുള്ളത്. പറ്റ നേരം വൈകിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാം, ബാക്കി കണ്ടു നോക്കൂ. ഓരോ കട്ട്ലേറ്റ് എടുക്കുമ്പോഴും അത് പൊട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണയ്ക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും, അതൊന്ന് പൊട്ടാതെ വേണം അത് എടുക്കാൻ. കട്ട്ലേറ്റ് ഇതവിടെ മൊത്തത്തിലൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം, ഞാൻ അപ്പോൾ ഇതിലേക്ക് കടലെണ്ണയാണ് വെച്ച് കൊടുത്തത്. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസിൽ മുക്കിയതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ആ കട്ട്ലേറ്റ് ഇതാ ഇവിടെ മൊത്തത്തിലൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട്. സമയം നല്ലവണ്ണം വൈകിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പാൽവായ്ക്കയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ തൂമ്പിച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരമില്ലാത്തത് കൊണ്ടാണ് ഇനിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.